വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തിരുവിതാംകൂർ രാജവംശമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. മാർത്താണ്ഡവർമ്മയെ കുറിച്ചും പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും തൃപ്പടിദാനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കേണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ തൊട്ടുള്ള ആൾക്കാരെയാണ്. അപ്പൊ കാർത്തിക തിരുനാൾ രാമവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ മരുമകനാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുല്ലോ, മരുമക്കത്തായ സമ്പ്രദായമാണ്. അപ്പോ ഏത് രാജാവാണോ ഭരിക്കണേ ആ രാജാവിന്റെ പെങ്ങളുടെ മകനായിരിക്കും അടുത്ത ഭരണാധികാരി എന്ന് നമ്മൾ പറയേണ്ടായി. അപ്പൊ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂർ ഭരിക്കുന്നത്. തിരുവിതാംകൂർ അദ്ദേഹം 1758 മുതൽ 1798 വരെ ഏകദേശം 40 വർഷത്തോളം അദ്ദേഹം ഭരണം നടത്തി എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ആധുനിക തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കേട്ടോ. ഇദ്ദേഹത്തെ നമ്മൾ ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിലൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ കിഴവൻ രാജ എന്ന് വിളിക്കുന്നത് വയസ്സായത് കൊണ്ടല്ല, അദ്ദേഹത്തോടുള്ള ബഹുമാനപൂർവ്വമാണ് വിളിക്കണേ, അത് മനസ്സിലാക്കണം കേട്ടോ. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരിട്ട് നമ്മൾ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. ഇനി ഇദ്ദേഹത്തിന്റെ അമ്മാമൻ ചെയ്ത പോലെ ഇദ്ദേഹവും തൃപ്പടിദാനം എന്ന് പറയുന്ന ആ പരിപാടി, ആ ചടങ്ങ് ചെയ്യാണ്. അപ്പൊ ഒന്നാമത്തെ തൃപ്പടിദാനം നടത്തിയത് 1750 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെങ്കിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ രണ്ടാമത്തെ തൃപ്പടിദാനം നടത്തുകയാണ് കേട്ടോ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പേര് പറയണം? കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പേര് പറയണം. കൂടാതെ ഇദ്ദേഹത്തിന്റെ കാലത്ത് തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. അപ്പൊ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയ തിരുവിതാംകൂർ മഹാരാജാവാണ് ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാ പറയണത്. ഭയങ്കര അറിവൊക്കെ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയുടെ പേരാണ് ബാലരാമഭാരതം. എന്താണ്? ബാലരാമഭാരതം. അപ്പൊ ബാലരാമഭാരതം എന്ന് പറയുന്ന പ്രശസ്തമായ കൃതി രചിച്ച തിരുവിതാംകൂർ മഹാരാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഇത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കി കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ച കൃതിയാണ്. ഇദ്ദേഹം ഇത്തരം കൃതികൾ കൂടാതെ ആട്ടക്കഥകളും രചിച്ചിട്ടുണ്ട്. എന്താണ് ആട്ടക്കഥകൾ? അപ്പൊ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ മഹാരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ആട്ടക്കഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ആട്ടക്കഥ എന്ന് വിളിക്കുന്നത് രാജസൂയം ആട്ടക്കഥയാണ്. എന്തിനാണ്? രാജസൂയം ആട്ടക്കഥ. അപ്പൊ തിരുവിതാംകൂർ മഹാരാജാവായ കാർത്തിക തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രസിദ്ധമായ ആട്ടക്കഥ രാജസൂയം ആട്ടക്കഥ. കൂടാതെ കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, നരകാസുരവധം, സുഭദ്രാഹരണം തുടങ്ങിയ ആട്ടക്കഥകളും ഈ കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പാഞ്ചാലി സ്വയംവരം, കല്യാണ സൗഗന്ധികം, സുഭദ്രാഹരണം, നരകാസുരവധം തുടങ്ങിയ ആട്ടക്കഥകളും ഏതുകൂടാതെ രാജസൂയം ആട്ടക്കഥ കൂടാതെ കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഇവിടെ ടിപ്പു സുൽത്താൻ ആക്രമിക്കുകയുണ്ടായി, ഹൈദരാലി ആക്രമിക്കുകയുണ്ടായി, അങ്ങനെ പല ആൾക്കാരും ആക്രമിക്കുകയുണ്ടായി കേരളം, അല്ലെ? അപ്പോ അങ്ങനെ ഇവരുടെയൊക്കെ ആക്രമണ കാലത്ത് ഏത് രാജാവായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്? നമ്മുടെ ഈ കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. അപ്പൊ കാർത്തിക തിരുനാളാണ് ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും ഒക്കെ മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, അങ്ങനെ ഉത്തര കേരളത്തിലെ രാജാക്കന്മാരെയൊക്കെ ഈ ഹൈദരാലിയും ടിപ്പു ഒക്കെ എന്താ പറയാ ആക്രമിക്കാൻ തുടങ്ങിയപ്പോ ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് അഭയം നൽകിയ ഈ തിരുവിതാംകൂർ മഹാരാജാവ് കൂടിയാണ് കാർത്തിക തിരുനാൾ കേട്ടോ. ഇനി സാമൂതിരി, കോല
കൊല്ലത്തിരി, മനോരമ തമ്പുരാട്ടി, കൊച്ചി രാജാക്കന്മാര് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ അഭയം നൽകിയത് കാർത്തിക തിരുനാളാണ് ഓർക്കുക. ഇനി ഇങ്ങനെ മൈസൂർ പട ആക്രമിക്കാൻ വന്നപ്പോൾ മൈസൂർ പടയുടെ ആക്രമണം തടയുന്നതിനായിട്ട് മധ്യ കേരളത്തിൽ, അതായത് തൃശ്ശൂര്, നെടുങ്കോട്ട പണിത മഹാരാജാവും കാർത്തിക തിരുനാളാണ്. അപ്പൊ മധ്യ കേരളത്തിൽ നെടുങ്കോട്ട പണിതത് ആരാണ്? കാർത്തിക തിരുനാളാണ്. അങ്ങനെ നെടുങ്കോട്ട പണിയാൻ ഇദ്ദേഹത്തെ സഹായിച്ചത് ക്യാപ്റ്റൻ ഡിലനോയും അതുപോലെ തന്നെ രാജാ കേശവദാസും ഒക്കെ ആയിരുന്നു എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത്, ഇദ്ദേഹം സ്വന്തം മതത്തിലുള്ളവരോട് മാത്രല്ല ഇതര മത വിഭാഗത്തിൽപ്പെട്ടവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ട്, പെരുമാറുന്ന ഭരണാധികാരി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് റോമിലെ പോപ്പിന്റെ പ്രശംസ കൂടി നേടിയ തിരുവിതാംകൂർ മഹാരാജാവാണ്. ഇപ്പൊ റോമിലെ പോപ്പിന്റെ പ്രശംസ നേടിയ തിരുവിതാംകൂർ മഹാരാജാവ് കാരണം ഇതര മത അനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വാഴ്ത്തിക്കൊണ്ടാണ് റോമിലെ പോപ്പിന്റെ കത്തൊക്കെ പ്രശംസക്കാർക്ക് കിട്ടിയത്, ഈ തിരുവിതാംകൂർ മഹാരാജാവിന് കിട്ടിയത്. ഇനി നമ്മുടെ കാർത്തിക തിരുനാൾ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയണം. ഒന്ന്, നമ്മൾ മധ്യ തിരുവിതാംകൂറിൽ നെടുങ്കോട്ട കെട്ടി പറഞ്ഞു. കൂടാതെ ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട തുടങ്ങിയവ വിലക്കി വാങ്ങിയ മഹാരാജാവ്. ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ട, പള്ളിപ്പുറം കോട്ട തുടങ്ങിയവ വിലക്കി വാങ്ങിയ മഹാരാജാവ്. ഇനി കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട തുടങ്ങിയവയുടെ പണി പൂർത്തിയാകുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ്. അപ്പൊ കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും ഒക്കെ പണിതത് ആരാണ്? ഈ കാർത്തിക തിരുനാളാണ്. കൂടാതെ ആലങ്ങാട്, പറവൂര് തുടങ്ങിയ ഭാഗങ്ങൾ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി, ആലങ്ങാട്, പറവൂർ തുടങ്ങിയ ഭാഗങ്ങൾ തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരിയും കാർത്തിക തിരുനാളാണ്. ഇനി നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കുലശേഖര മണ്ഡപം അല്ലെങ്കിൽ ആയിരങ്കൽ മണ്ഡപം, അല്ലെ? എവിടെയത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുലശേഖര മണ്ഡപം അല്ലെങ്കിൽ ആയിരങ്കൽ മണ്ഡപത്തിന്റെ പ്രത്യേകത എന്താണ്? സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളാണ് അവ. സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടുകൂടിയ കുലശേഖര മണ്ഡപം അഥവാ ആയിരങ്കൽ മണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ച ഭരണാധികാരിയും ആരണ്യാണ്? കാർത്തിക തിരുനാളാണ്. ഇനി ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ മഹാരാജാവ്, അല്ലെ, അല്ലെങ്കിൽ കിഴവൻ രാജ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പ്രശസ്തരായിട്ടുള്ള രണ്ട് മന്ത്രിമാരുടെ പേര് നമുക്ക് പഠിക്കണം. ഒരാള് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയും അടുത്തത് രാജാ കേശവദാസുമാണ്. ഈ അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള എന്ന് പറയുന്ന ധർമ്മരാജയുടെ മന്ത്രി ധർമ്മരാജയുടെ ആദ്യത്തെ ദളവയാണ്. അപ്പൊ ധർമ്മരാജയുടെ ആദ്യത്തെ ദളവ എന്ന് വിളിക്കുന്നത് ആരെയാണ്? അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയാണ്. തിരുവിതാംകൂറില് വളരെ പ്രശസ്തമായിട്ടുള്ള 3 റവന്യൂ മേഖലകളായിട്ട് തിരുവിതാംകൂറിനെ തിരിച്ച് ഭരണം നടത്തിയ ധർമ്മരാജയുടെ മന്ത്രിയാണ് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള. ആ 3 റവന്യൂ മേഖലകളെ നമ്മൾ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നൊക്കെ വിളിക്കണം. അങ്ങനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം, എങ്ങനെ തിരുവിതാംകൂറിനെ 3 റവന്യൂ മേഖലകളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ള ഭരണം കാഴ്ചവെച്ച ധർമ്മരാജയുടെ മന്ത്രിയാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള. കൂടാതെ 1762 ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയുണ്ടായി. ആരാണ്? കൊച്ചി ദിവാനായ പാലിയത്ത് കോമി അച്ഛനുമായിട്ട് ശുചീന്ദ്രം ഉടമ്പടിയിൽ ധർമ്മരാജയ്ക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയാണ്. അപ്പൊ ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച സമയത്ത് രാജാവ് ധർമ്മരാജ, ഒപ്പുവെച്ച ദിവാൻ ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡം പിള്ള. ഒപ്പുവെച്ചത് ആരോടാണ് അല്ലെങ്കിൽ ആരുമായി ചേർന്നിട്ടാണ്? കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമി അച്ഛനുമായിട്ട് ചേർന്നിട്ടാണ്. എന്നാണ് ഒപ്പുവെച്ചത്? 1762. എന്താണ് ഒപ്പുവെച്ചത്? ശുചീന്ദ്രം ഉടമ്പടി. 1762 ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയും കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമി അച്ഛനും ചേർന്നാണ്. ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ധർമ്മരാജാവാണ്. അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ ആരാണ്? രാമവർമ്മയാണ് ഓർക്കുക. ഇനി അടുത്തത് അയ്യപ്പൻ മാർത്താണ്ഡം പിള്ളയ്ക്ക് ശേഷം അടുത്തത് വന്നതാണ് രാജാ കേശവദാസ്, അല്ലെ? അപ്പൊ ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവ, ദിവാൻ എന്ന രാജപേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവ ആരാണ്? രാജാ കേശവദാസ്
കേശവദാസ് ആണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ രാജാ കേശവദാസിന്റെ ശരിയായിട്ടുള്ള പേര് കേശവ പിള്ള എന്നാണ്. ഇദ്ദേഹത്തെ വലിയ ദിവാൻജി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ് ആണ്. അപ്പൊ ഇദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ ചാലക്കമ്പോളം, ആലപ്പുഴ നഗരം എന്നിവയൊക്കെ പണി കഴിപ്പിച്ചു. അതുപോലെ തന്നെ ആലപ്പുഴയിലെ ഒരു തടി ഡെപ്പോ സ്ഥാപിച്ചു. ഈ തടി ഡെപ്പോ എന്താ സർക്കാരിന്റെ കീഴിലുള്ള ആദ്യത്തെ തടി ഡെപ്പോ ആണ്. ഇതാണ് പിന്നീട് കേരളത്തിലെ വനം വകുപ്പ് രൂപീകരണത്തിന് കാരണമായിട്ടുള്ള തടി ഡെപ്പോ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഒരു തടി ഡെപ്പോ സ്ഥാപിക്കുകയും മാത്തു തരകൻ എന്ന് പറയുന്ന ധനികരായ ഒരു ക്രിസ്ത്യൻ കച്ചവടക്കാരന് എന്താണ് ആ ഡിപ്പോയിൽ തടി ശേഖരിച്ച് വിൽക്കാനുള്ള മൊണോപ്പൊളി അല്ലെങ്കിൽ കുത്തക കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തു. അതുപോലെ തന്നെ എന്താ പറയാ തിരുവിതാംകൂറിലെ കോട്ടാർ എന്ന് പറയുന്ന സ്ഥലം എന്താ ഒരു വ്യാപാര നഗരമായിട്ട് വികസിപ്പിച്ചു. ആര്? രാജാ കേശവദാസ്. അതുപോലെ തന്നെ MC റോഡിന്റെ പണി കഴിപ്പിച്ചു. MC റോഡ് മെയിൻ സെൻട്രൽ റോഡ് അഥവാ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 എന്നറിയപ്പെടുന്ന റോഡ് തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരം മുതൽ എറണാകുളം ജില്ലയിലെ അങ്കമാലി വരെ നീണ്ടുകിടക്കുന്ന റോഡ്. ആ റോഡിന്റെ പണി കഴിപ്പിച്ച ദിവാനാണ് രാജാ കേശവദാസ്. ഇനി നേരത്തെ പറയേണ്ടായി ധർമ്മരാജാവ് തിരുവിതാംകൂറിൽ നെടുങ്കോട്ട കെട്ടാൻ വേണ്ടി സഹായിച്ചത് രാജാ കേശവദാസും ഡിലിനോയും ഒക്കെയാണ് അല്ലെ. അപ്പൊ ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് രാജാ കേശവദാസിന് രാജാവ് എന്ന പദവിയൊന്നും ഉണ്ടായില്ല. രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭുവാണ്. ക്ലിയർ ആയോ? അപ്പൊ എത്രയൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത്? ചാലക്കമ്പോളം നിർമ്മിച്ചു, ആലപ്പുഴ നഗരം നിർമ്മിച്ചു, തടി ഡെപ്പോ നിർമ്മിച്ചു, സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 എന്ന് പറയുന്ന റോഡ് നിർമ്മിച്ചു, കോട്ടാർ ഒരു വ്യാപാര നഗരമാക്കി മാറ്റി, നെടുങ്കോട്ട പണിയാൻ വേണ്ടിയിട്ട് ധർമ്മരാജാവിനെ സഹായിച്ചു അല്ലെ. അപ്പൊ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ, അതുകൊണ്ടൊക്കെ അദ്ദേഹത്തെ വലിയ ദിവാൻജി എന്ന് വിശേഷിപ്പിക്കുന്നു. കൂടാതെ മോണിങ്ടൺ പ്രഭു രാജ എന്ന് പറയുന്ന ബഹുമതിയും അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. കൂടാതെ ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയും ആരാണ്? രാജാ കേശവദാസ് ആണ്. ഇനി രാജാ കേശവദാസിനെ കുറിച്ച് അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ദിവാനായ രാജാ കേശവദാസിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ചരിത്ര കൃതിയുണ്ട്. ഒരെണ്ണല്ല, 2 കൃതികളുണ്ട്. കൃതികൾ ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ കൃതികളാണ്. അത് CV രാമൻപിള്ളയുടെ കൃതികളാണ്. അപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള തിരുവിതാംകൂർ ദിവാനായ രാജാ കേശവദാസിനെ കുറിച്ച് വിവരിക്കുന്ന CV രാമൻപിള്ളയുടെ കൃതിയാണ്. അല്ലെങ്കിൽ തിരുവിതാംകൂർ ദിവാനായ രാജാ കേശവദാസ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള CV രാമൻപിള്ളയുടെ കൃതികളാണ് ധർമ്മരാജയും രാമരാജ ബഹദൂർ തുടങ്ങിയവയും. ഏതൊക്കെയാണ്? ധർമ്മരാജ, രാമരാജ ബഹദൂർ തുടങ്ങിയവ. ഈ CV രാമൻപിള്ളയെ നിങ്ങൾക്ക് പരിചയമില്ലേ? എങ്ങനെ നിങ്ങൾക്ക് പരിചയം? നമുക്കറിയാം, മലയാളത്തിൽ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? CV രാമൻപിള്ളയാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്, മലയാളത്തിൽ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് CV രാമൻപിള്ള. ഇതാണ് സിനിമയാക്കിയ ആദ്യത്തെ ചരിത്ര നോവൽ. ഏത്? മാർത്താണ്ഡവർമ്മ. സിനിമയാക്കിയ ആദ്യ ചരിത്ര നോവലും മാർത്താണ്ഡവർമ്മയാണ്. അങ്ങനെ നമ്മുടെ ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാർത്തിക തിരുനാളിന്റെ എന്താണ് എന്താ പറയാ കാലം അവസാനിച്ചു. അപ്പൊ കാർത്തിക തിരുനാളിന് ശേഷം അടുത്തത് വരികയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. യാതൊരുവിധ ഉപകാരവും ജനങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു മഹാരാജാവായിരുന്നു കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ. ഒന്നിനും അദ്ദേഹത്തെ കൊള്ളില്ലായിരുന്നു. അദ്ദേഹത്തിനെ വളരെ ദുർബലനായിട്ടുള്ള രാജാവ്, വളരെ മോശം രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. കാരണം ഭരണം അദ്ദേഹം ഒന്നല്ല നടത്തിയിരുന്നത് അവിടുത്തെ കുറച്ച് ആൾക്കാരായിരുന്നു. കാശുള്ള കുറച്ച് ആൾക്കാര്, രാജാവ് അവിടെ വെറുതെ രാജാവിനെ പോലെ അങ്ങനെ ഒരു ഇരിക്കണമെന്ന് മാത്രം. ജയന്തൻ, ശങ്കരൻ നമ്പൂതിരി, ശങ്കരൻ നാരായണൻ ചെട്ടി, മാത്തു തരകൻ തുടങ്ങിയ തിരുവിതാംകൂറിലെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികള്, അവരുടെ ദുർഭരണമാണ് ശരിക്കും തിരുവിതാംകൂറിൽ ഈ സമയത്ത് നടന്നിരുന്നത്. അപ്പോ നേരത്തെ നമ്മൾ പറയണ്ടായി, അതായത് നമ്മള് എന്താ പറയുന്നത്, ഒരു തിരുവിതാംകൂറില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ഉടമ്പടിക്ക് എന്താ പറയുന്നത് ധർമ്മരാജാവ് നേതൃത്വം കൊടുക്കുകയുണ്ടായി. അപ്പൊ ആ ഉടമ്പടി രാജാ കേശവദാസിന്റെ നേതൃത്വത്തിൽ ധർമ്മരാജയും ബ്രിട്ടീഷുകാരും തമ്മിൽ ആ ഉടമ്പടി നടന്നു. ആ ഉടമ്പടി തന്നെ ശരിയായിട്ടുള്ള ഒരു ഉടമ്പടി ആയിരുന്നില്ല. അത് ധർമ്മരാജയ്ക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു. ആ ഉടമ്പടി തന്നെ ബ്രിട്ടീഷുകാരെ തിരുവിതാംകൂറിൽ വരാൻ ഒരു കാരണമാണ്, സ്ഥിരമാവാൻ ഒരു കാരണമാണ്. കൂടാണ്ട് ഈ ധർമ്മരാജാവ് കുറച്ച് സ്ട്രോങ് ആയിരുന്നു.
ആയിരുന്നു, വളരെ നല്ല ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് ഇവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാർക്ക്. പക്ഷെ ഇംഗ്ലീഷുകാർക്ക് വിഴിഞ്ഞത്തൊരു കൊടിമരൊക്കെ സ്ഥാപിക്കാനുള്ള അനുവാദമൊക്കെ തിരുവിതാംകൂറിൽ നമ്മൾ അന്ന് ധർമ്മരാജാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്തിരുന്നു എന്നുള്ളതല്ലാതെ ഭരണം കൈവിട്ട് ഒരിക്കലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിട്ടം തിരുനാളായപ്പോ ഈ ജയന്തൻ ശങ്കരനും ശങ്കരനാരായണൻ ചെട്ടിയും മാത്തുതരകനൊക്കെ ഭരണം നടത്തിയിരുന്നേ, ഇത് ബ്രിട്ടീഷുകാർക്ക് അവരുടെ മേൽക്കോയ്മ അവിടെ ഉറപ്പിക്കാൻ ഉപകാരമായി. കൂടാതെ അങ്ങനെയൊക്കെ ഇപ്പോ ജനങ്ങളോട് നിയമവിരുദ്ധമായിട്ട് ധനശേഖരണം നടത്തുക, ആവശ്യമില്ലാത്ത നികുതികളൊക്കെ പിരിക്കിയതൊക്കെ ഇവര് ചെയ്തോടുകൂടി ജനങ്ങളും ഈ എന്താ പറയുന്നത് രാജാവിനോട് വരെ അവർക്ക് യോജിപ്പില്ലാണ്ടായി എന്ന് പറയാം. ഇങ്ങനെ അത്രയധികം പ്രശ്നങ്ങൾ വന്നപ്പോ വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തില് കുറേയധികം തിരുവിതാംകൂറിലുള്ള സാധാരണ ജനങ്ങളെ കൊണ്ട് വേലുത്തമ്പി ദളവ നമ്മുടെ ഒരു പ്രക്ഷോഭം നടത്താൻ പോവാണ്. ഈ ദുർഭരണത്തിനെതിരെ പ്രക്ഷോഭം നടത്തുകയാണ്. അപ്പോ ആ പ്രക്ഷോഭമൊക്കെ വളരെ വിജയിച്ചു. വേലുത്തമ്പി ദളവയാണ് അതിന്റെ ലീഡർ. അദ്ദേഹം ആ പ്രക്ഷോഭത്തിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് അപ്പോ തിരുവിതാംകൂറിൽ ഒരു റെസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ആ റെസിഡന്റിന്റെ പേരെന്താ അറിയാമോ നിങ്ങൾക്ക്? മെക്കാളയാണ്. അപ്പൊ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളെ ഉള്ളപ്പോ ആരായിരുന്നു മഹാരാജാവ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അപ്പൊ മഹാരാജാവാണ് കേട്ടോ. അപ്പൊ ആ റെസിഡന്റിന്റെ സമ്മതത്തോടു കൂടി, അല്ലെങ്കിൽ ആ റെസിഡന്റ് 1800 വേലുത്തമ്പിയെ തിരുവിതാംകൂറിലെ ദിവാനാക്കി. അപ്പൊ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ രാജാവ് വെറുതെ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഒരു ബ്രിട്ടീഷുകാരൻ, അതാണ് റെസിഡന്റ് പറയുന്നത്. അപ്പൊ ഈ 1800 എന്ത് ചെയ്തു? വേലുത്തമ്പി ദളവയെ തിരുവിതാംകൂറിലെ ദിവാനായിട്ട് നമ്മുടെ മെക്കാളെ നിയമിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുന്നത്, തിരുവിതാംകൂർ പൂർണ്ണമായിട്ടും ആരുടെ കീഴിലാണ്? അപ്പോ ബ്രിട്ടീഷുകാരുടെ കീഴിലാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി അപ്പൊ അവിട്ടം തിരുനാളിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച് തിരുവിതാംകൂർ മഹാരാജാവ് ആര്? അവിട്ടം തിരുനാൾ. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? അവിട്ടം തിരുനാൾ. കൂടാതെ തിരുവിതാംകൂറില് എന്താ പറയുന്നത്, ഈ ഇദ്ദേഹം സൈനിക സഹായ വ്യവസ്ഥയും അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ശങ്കരൻ നമ്പൂതിരിയുടെ ഒക്കെ ഉള്ള ആ ദുർഭരണത്തിൽ ഇദ്ദേഹം അങ്ങനെ ഒരു യാതൊരുവിധ പ്രതികരണം ഇല്ലാതെ തുടങ്ങിയപ്പോ വേലുത്തമ്പി ദളവ ദിവാനാവുകയും വേലുത്തമ്പി ദളവ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭരണമൊക്കെ നടക്കുകയും ചെയ്തു. അപ്പോ എന്താ പറയുന്നത്, തിരുവിതാംകൂറില് ഈ വേലുത്തമ്പി ദളവ ഉണ്ടായ സമയത്ത് ഇഷ്ടംപോലെ നികുതി ആർക്ക് കൊടുക്കേണ്ടി വരികയാണ്? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടി വരിക. അപ്പൊ നികുതി കൊടുത്ത് വേലുത്തമ്പി ദളവ തോൽക്കുകയാണ്. അപ്പൊ ഇനിയും കൂടുതൽ നികുതി കൊടുക്കേണ്ടി വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന നായർ ബ്രിഗേഡിന്റെ അലവൻസ് വേലുത്തമ്പി ദളവയ്ക്ക് കുറയ്ക്കേണ്ടി വന്നു. അതിനെതിരെ നടന്ന ലഹളയാണ് നായർ പട്ടാള ലഹള. തിരുവിതാംകൂറിലെ പട്ടാള ലഹള എന്ന് ഞാൻ തിരുവിതാംകൂറുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള അല്ലെങ്കിൽ കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്ത കുട്ടികളാണെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ അത് നമ്മൾ കേരളത്തിലെ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അത് കിടക്കുന്നുണ്ട്, കണ്ടോളൂ. അടുത്തത് നമ്മളപ്പോ വേലുത്തമ്പി ദളവ അപ്പോ എന്താ പറയാ തിരുവിതാംകൂറിൽ പ്രശസ്തനായിട്ടുള്ള ദിവാനായിട്ട് അങ്ങോട്ട് വളരെയാണ്. അപ്പൊ വേലുത്തമ്പി ദളവ എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു വ്യക്തിയാണ് ചോദ്യങ്ങളിൽ അല്ലെ. അപ്പൊ വേലുത്തമ്പി ദളവ 1765 കന്യാകുമാരിയിലെ കൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയാണ്? കന്യാകുമാരിയിലെ കൽക്കുളം. അദ്ദേഹം ജനിച്ച ഈ സ്ഥലം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൽക്കുളത്ത് ജനിച്ച അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് തലക്കുളം എന്നാണ്. തറവാട് തലക്കുളം, ജനിച്ചത് കൽക്കുളം. മനസ്സിലായോ? കന്യാകുമാരിയിലെ കൽക്കുളത്ത് ജനിക്കുന്നു, തറവാട് തലക്കുളം. ശരിക്കും വേലുത്തമ്പി ദളവയുടെ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പി ദളവയുടെ ശരിയായിട്ടുള്ള പേര്. ഇനി ഇദ്ദേഹം നമ്മൾ പറഞ്ഞില്ലേ, അതായത് ആദ്യം ബ്രിട്ടീഷുകാരനെയാണ്, അതായത് എന്താ പറയാ മെക്കാളെയൊക്കെയാണ് ഇദ്ദേഹത്തെ തിരുവിതാംകൂറിലെ ദിവാനായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്തത്. കാര്യമൊക്കെ ശരി. പക്ഷേ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെ തോറ്റുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? അതായത് നികുതി കൊടുത്ത് തോറ്റുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ അദ്ദേഹം സംഘടിപ്പിച്ച് ഒരു കുണ്ടറ വിളംബരം നടത്തുകയാണ്. അതായത് ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കാനുള്ള ഒരു കുണ്ടറ വിളംബരം 1809 ജാനുവരി 11 കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ
കലാപങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ അങ്ങനെ കൂടുതൽ പറയണില്ല. അങ്ങനെ കുണ്ടറ വിളംബരം 1809 ജാനുവരി 11 നടത്തുകയാണ്. അങ്ങനെ കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ചത് കുണ്ടറയിലെ ഇളമ്പള്ളൂർ എന്ന് പറയുന്ന ക്ഷേത്രമാണ്. അവിടെ നിന്നും ഇദ്ദേഹത്തിന് എന്താ പറയുന്നത് ഓടിപ്പോണ്ടി വന്നു. ഓടിപ്പോയി അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്ത് അഭയം പ്രാപിച്ചു. മണ്ണടിയിൽ എത്തിയപ്പോൾ അവിടേക്കും ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തു. ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോൾ 1809 മണ്ണടിയിൽ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആത്മഹത്യ ചെയ്യണം. അപ്പൊ നോക്കൂ ബ്രിട്ടീഷുകാർ എത്രമാത്രം ക്രൂരന്മാരായിരുന്നു. ഈ ആത്മഹത്യ ചെയ്ത വേലുത്തമ്പി ദളവയുടെ ശരീരം അവര് ബ്രിട്ടീഷുകാരെ കണ്ണമ്മൂലയിൽ കൊണ്ടുപോയി കണ്ണമ്മൂലയിൽ വെച്ച് മരിച്ച വ്യക്തിയുടെ ആ ശരീരം തൂക്കിലേറ്റാണ് ചെയ്തത് കേട്ടോ. അത്രയും ദ്രോഹമാണ് അദ്ദേഹത്തോട് ആര് ചെയ്തത്, ബ്രിട്ടീഷുകാർ ചെയ്യണത്. വേലുത്തമ്പി ദളവയുടെ സ്മാരകം പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു മ്യൂസിയവും എന്താ പറയുന്നത്, വേലുത്തമ്പി ദളവ മ്യൂസിയവും പത്തനംതിട്ട മണ്ണടിയിൽ ഉണ്ട് കേട്ടോ. ഇനി വേലുത്തമ്പി ദളവയുടെ പ്രതിമയുണ്ട്. പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിമയുണ്ട്, നമ്മൾ പലരും കണ്ടിട്ടുള്ളതാണ് അത്. അതുപോലെ തന്നെ വേലുത്തമ്പി ദളവ ഉപയോഗിച്ചിരുന്ന വാള് ഇപ്പോഴും തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. പിന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ധനുവച്ചപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ പേരിൽ വേലുത്തമ്പി ദളവയുടെ പേരിൽ ഒരു കോളേജും ഉണ്ട്. എവിടെയാണ്, ധനുവച്ചപുരം കേട്ടോ. ഇനി വേലുത്തമ്പി ദളവ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ നമ്മൾ പഠിക്കണ്ടേ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം ഹജ്ജൂർ കച്ചേരിയാണ്. കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി ആരംഭിച്ച ദിവാൻ ആരാണ്, വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഈ ഹജ്ജൂർ കച്ചേരി ആരംഭിച്ചു. എന്താ ഹജ്ജൂർ കച്ചേരി? ദിവാൻമാരുടെ ഭരണ കേന്ദ്രത്തെ വിളിക്കുന്ന പേരാണ് ഹജ്ജൂർ കച്ചേരി. ദിവാൻ ഭരണ കേന്ദ്രത്തെ വിളിക്കുന്ന പേരാണ് ഹജ്ജൂർ കച്ചേരി, ഓർക്കണം. ഇനി അപ്പൊ കൊല്ലത്ത് ഹജ്ജൂർ കച്ചേരി ആരംഭിക്കുമ്പോൾ കൊല്ലം പട്ടണം വികസിക്കാൻ കാരണമായിട്ടുള്ള ദിവാൻ ആരാണ്? അതും വേലുത്തമ്പി ദളവയാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, സഞ്ചരിക്കുന്ന മൊബൈൽ കോർട്ടുകൾ, സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും ആരാണ്, വേലുത്തമ്പി ദളവയാണ്. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. മിക്ക പരീക്ഷകൾക്കും കണ്ടിട്ടുള്ളതാണ് അല്ലെ. വേമ്പനാട്ടുകായലെ പ്രസിദ്ധമായിട്ടുള്ള ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. ഈ പാതിരാമണൽ ദ്വീപ് കാട് പിടിച്ചു കിടന്ന ഒരു ദ്വീപായിരുന്നു. അതിനെ കൃഷിക്ക് അനുയോജ്യമാക്കിയതും ആരെന്നെയാണ്, വേലുത്തമ്പി ദളവ തന്നെയാണ്. ചങ്ങനാശ്ശേരി, അതുപോലെ തലയോലപ്പറമ്പ്, ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ ആഴ്ച ചന്തകളൊക്കെ കൊണ്ടുവന്നു. അതായത് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച ആഴ്ച ചന്തകളൊക്കെ കൊണ്ടുവന്നതും വേലുത്തമ്പി ദളവ തന്നെയാണ്. ഇനി വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം പിന്നീട് ദിവാൻ ആയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഉമ്മിണിത്തമ്പിയാണ്. വളരെ പ്രധാനമാണ്. ഉമ്മിണിത്തമ്പിയുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന്, നമ്മൾ പഠിക്കേണ്ടത് ബാലരാമപുരം പട്ടണം പണികഴിപ്പിച്ചു. നമുക്കറിയാം ഇപ്പോഴത്തെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പട്ടണമാണ് ബാലരാമപുരം പട്ടണം. അപ്പൊ അത് പണി കഴിപ്പിച്ചത് ആരാണ്, ഉമ്മിണിത്തമ്പി എന്ന് പറയുന്ന ദിവാനാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് ഒരു വലിയൊരു ക്ലാസ് തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വിഴിഞ്ഞം എന്നുള്ളതിനെ കുറിച്ച് മാത്രമായിട്ട്. ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് കാരണമായ ദിവാൻ ആരാണ്, ഉമ്മിണിത്തമ്പിയാണ്. കൂടാതെ ഉമ്മിണിത്തമ്പി ഒരു നീതിന്യായ നിർവഹണ കോടതി സ്ഥാപിക്കുകയാണ്. അതിന്റെ പേര് ഇൻസുവാഫ് കച്ചേരികൾ എന്നാണ്. അപ്പൊ ഇൻസുവാഫ് കച്ചേരികൾ സ്ഥാപിച്ച ദിവാൻ ആരാണ്, ഉമ്മിണിത്തമ്പി. എന്താ സംഭവം? ഉമ്മിണിത്തമ്പി സ്ഥാപിച്ച നീതിന്യായ നിർവഹണ കോടതികൾക്ക് വിളിക്കുന്ന പേരാണ് ഇൻസുവാഫ് കച്ചേരി എന്ന് പറയുന്നത്. അപ്പോ വിഴിഞ്ഞം തുറമുഖം, ബാലരാമപുരം പട്ടണം, ഇൻസുവാഫ് കച്ചേരി തുടങ്ങിയവയാണ് ഉമ്മിണിത്തമ്പിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. ഇന്നപ്പോ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പൊ മാക്സിമം എന്താ പറയുന്നത്, നിങ്ങൾക്ക് നല്ല പുതിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ഇത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ, ഞാൻ 100-ൽ 100 എന്നൊന്നും പറയുന്നില്ല, ഒരു 98% നമ്മൾ ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നിങ്ങൾ നന്നായി കേട്ട് പഠിക്കുക. ക്ലാസ് ഉപകാരമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.